ക്രൈസ്തവർ ഇന്ത്യയിൽ എന്ത് പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്? വല്ലാത്തൊരു ചോദ്യമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ചില സംഘപരിവാറിൻ്റെ ഒപ്പീനിയൻ മേക്കേഴ്സും ഇന്ത്യൻ മീഡിയയിലും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ നശിപ്പിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അവരുടെ ബിബ്ലിക്കൽ സുവിശേഷവുമാണ്. നിങ്ങൾക്കറിയാം, ബേസിക്കലി ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു സമയത്ത് അത് പറയുകയും ചെയ്തുകൊണ്ടിരുന്ന കാത്തലിക്സാണ്, ഇൻക്ലൂഡിങ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അതേപോലെ തന്നെ വാജ്പേയിയും. കേരളത്തിലെ ചില ക്രിസ്ത്യൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്, ക്രിസ്മസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്വീറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ ഹെൽത്തും എഡ്യൂക്കേഷൻ സെക്ടറിൽ എത്രമാത്രം ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി കാത്തലിക് കമ്മ്യൂണിറ്റി, അവരുടെ സമ്മേളനവും പ്രോഗ്രാമിലൊക്കെ പറയുന്നത്. ബേസിക്കലി ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഉദ്ദേശിക്കുന്ന വളരെ സീരിയസ് ആയിട്ട് ഇത് ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുന്ന രീതിയിൽ, കാരണം ജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് ചെയ്തത്. അല്ലാതെ കഞ്ഞിയും പാലും കൊടുത്ത് അവരെ ക്രിസ്ത്യാനിയാക്കി, ഇതൊക്കെ തെറ്റായ പല രീതിയിലുള്ള മോശമായ പ്രവണതയിൽ, കാരണം വളരെയധികം ഹെയ്റ്റായിട്ടുള്ള സംഭവങ്ങൾ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, കാരണം ജനാധിപത്യ രാജ്യമാണ്. ഇപ്പം മക്കലയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തുടർന്നുള്ള വിഷയങ്ങളിലൊക്കെ ഇത് വലിയ പ്രാധാന്യമാണ്. ഇതെൻ്റെ കൂടെയുള്ള ശ്രീ ബാബു വർഗീസ്. ഇദ്ദേഹം ഒരു ബിബ്ലിക്കൽ സ്കോളറാണ്, ഒരു ജേർണലിസ്റ്റാണ്. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസിനെയും ലാംഗ്വേജിനെ പറ്റി അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട്. PhD പല ആവർത്തി കിട്ടിയിട്ടുണ്ട് പല ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അദ്ദേഹത്തോട് ചോദിക്കാൻ ചില കാര്യങ്ങൾ. ശ്രീ ബാബു വർഗീസ്, സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. കാരണം ഞാൻ ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരം ഉണ്ടായത്. അതായത് സംഘപരിവാറിൻ്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞൊരു മാഗസിൻ്റെ അകത്ത് അവർ തന്നെ പറയുന്നു, അതിൻ്റെ ഒരു വലിയൊരു ആർട്ടിക്കിളിനകത്ത്, ഹ്യൂജ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, നേരത്തെ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് ക്രിസ്ത്യൻ കാത്തലിക്സിനാണ്, ഇന്ത്യയിൽ ഏറ്റവും വഖഫിനല്ല കാത്തലിക്സിനാണ് ലാൻഡ് ഉള്ളത്. അതേപോലെ തെറ്റായിട്ടുള്ള മിസ്ഗൈഡ് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞുണ്ടാക്കുന്ന പല കാര്യങ്ങളും. അതായത് ഇന്ത്യയിൽ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയെ നശിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തു കുന്തും അവിടെ ഉണ്ടായിരുന്ന ആ കാര്യത്തെ പറ്റി പറയുന്നില്ല. നശിപ്പിച്ചത് ഇന്ത്യയുടെ ഹെറിറ്റേജ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം, അത് നശിപ്പിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിയും ബൈബിൾ സുവിശേഷകരാണെന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയണം, എന്തൊക്കെയാണ് ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ? ഞാനൊരു 16 മേഖലകളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ തീസിസ് 900 പേജസ് ഉണ്ട് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ടു ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ് ഞാൻ സാറുമായിട്ട് പങ്കുവച്ചു, ഈ ചാനലിൽ വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ടു ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ, ആരോഗ്യ ആതുര രംഗത്ത് ക്രൈസ്തവരുടെ സംഭാവന അല്പമായിട്ട് ചിന്തിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ, അതായത് ഈ ആതുര രംഗത്ത്? കാരണം ഒരു സമയത്ത് ഇന്ത്യയിൽ ഒരു കുന്തവും ഇല്ല, ഇവിടെ ഈ പറയുന്ന ഒരു സാധനവും ഇല്ല. പാമ്പ് കടിച്ചാൽ കൊല്ലപ്പെടുക, മലേറിയ വന്നാൽ മരിക്കുക, ഇവിടെ ഒരു വാക്സിനേഷനും ഇല്ല, ഒരു കുന്തപ്രാണ്ടിയില്ല. അത് കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഹിന്ദു ആചാരപ്രകാരം അവനെ ശപിച്ചവൻ, നശിക്കപ്പെട്ടവൻ എന്ന രീതിയിൽ അവനെ തള്ളിക്കളയുക, സമൂഹത്തിൽ തള്ളിക്കളയുക. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഡൽഹിയുടെ ഭാരതത്തില് 2 രീതിയിലാ രോഗത്തെ സമീപിച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് വിധിയാണ്, ദാറ്റ് ഈസ് ഫെയ്റ്റലിസം, ജാതീസുമാണ്. ക്രിസ്ത്യത്തിന്റെ വിധിയാണ്. നീ ഇങ്ങനെ ജനിച്ച, നിന്റെ ഈ കഷ്ടപ്പാട്, നീ യോഗ്യനാണ്, നിന്റെ പാവമാണ് കാരണക്കാരൻ, അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചിട്ട് മതിയാവും, പ്രതിവിധിയില്ല. 2, ഇത് ദൈവപ്രസാദം ലഭിക്കാത്തതുകൊണ്ട്, ഈവിൾ ഈസ് ദ പ്രോബ്ലം ഓഫ് ഈ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ ഈവിൾ ഇൻഫ്ലുവൻസസ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ ഇവർ പൂജാരികളുടെ അടുത്ത് പോകുന്നു, കൂടോത്രം ചെയ്യുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നു, പക്ഷെ പരിഹാരം ലഭിക്കുന്നില്ല. പിന്നെ രണ്ടാമത് കൂടോത്രത്തിക്കുക മാത്രമല്ല, ബലിയർപ്പിക്കുക.
പൂജാരിക്ക് ബലിയർപ്പിച്ച് പൂജാരിക്ക് അതൊക്കെ ചെയ്ത് പ്രതിവിധി നേടുക. മൂന്നാമത്തെ ഒരു കാര്യം, വേദങ്ങളിൽ നമുക്ക് രോഗത്തെപ്പറ്റി രോഗനിർണയത്തെപ്പറ്റിയും പ്രതിവിധിയെപ്പറ്റിയൊക്കെ ചില പരാമർശങ്ങൾ ചർച്ചകളുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് വേദകാലത്ത് രോഗങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് വൈദ്യരെന്നുള്ള നിലയിൽ ബ്രാഹ്മണന്മാരായിരുന്നു. പക്ഷേ ആ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അറിവ് ശക്തിയാണെന്ന് അവർക്കോ അറിവ് അവർ കുത്തകയാക്കി ബ്രാഹ്മണന്മാരല്ലാത്ത കീഴ്ജാതികൾക്ക് അവർക്ക് കൊടുത്തിരുന്നില്ല. അതുമാത്രം ബ്രാഹ്മണന്മാരുടെ സ്ത്രീകൾക്ക് പോലും വൈദ്യം അറിയായിരുന്നു, അവർ ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണല്ലോ സാറേ ഹാനി ബസന്റ് പാടിയത്, ഭാരതാംബേദിൻ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാങ്കൂട്ടിൽ തത്തമ്മകൾ. അവരുടെ പോലും സ്ത്രീകൾക്ക് യാതൊരു സഹായം ഉണ്ടായിട്ട് പിന്നെന്തിനാ താഴെ കീഴ്ജാതിക്കാരെ പറ്റി പറയുന്നത്? അങ്ങനെ വൈദ്യവത്ത് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നു, ആയുർവേദം അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആയുർവേദത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് അവർ കീഴ്ജാതിക്കാരെ സഹായം ചെയ്തു നേരുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് വന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ, ഞാൻ ചരിത്രം മനസ്സിലാക്കുന്നത്, ബ്രിട്ടീഷുകാർ അവരുടെ സോൾജിയേഴ്സിന് മാത്രമേ മരുന്ന് കൊണ്ടുവന്നുള്ളൂ, അലോപ്പതി മരുന്നുകൾ കൊണ്ടുവന്നുള്ളൂ. അവിടെ വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തികച്ചും ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതോ മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെന്റോ ഭാരതത്തിന് ഒരുത്തനും ഇല്ലായിരിക്കും. ഈ സനാതന ധർമ്മത്തിൽ ഒന്നുമില്ലായിരിക്കും. സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും ലഭിച്ചിരുന്നില്ല. ഇത് വെറുതെ പാരമ്പര്യം പുലമ്പാവുന്നല്ലാതെ അത് പിന്നെയും കെട്ടുകഥകൾ ഉണ്ടാക്കാം എന്നല്ലാതെ ഇങ്ങനെ ഒന്നും പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. സാറ് വന്ന പാമ്പ് കടി, ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട പാമ്പ് കടിക്കുള്ള ഏറ്റവും ശുശ്രൂഷ ബ്രദർകാരൻ്റെ ഹോസ്പിറ്റലായ GMM ഹോസ്പിറ്റലിലാണ്. ഇന്ന് സെൻട്രൽ ടൗണിലെ ഏറ്റവും വലിയ പാമ്പ് കടിക്കുള്ള മരുന്ന് പ്രതിദിനം ഏറ്റവും പെട്ടെന്ന് തിരുവല്ല ഹോസ്പിറ്റലിലാണ്, സായിപ്പിട്ട ആശുപത്രി. അതിന് മുമ്പ് എന്തായിരുന്നു? പാമ്പ് കടിച്ചാൽ തുറന്നിട്ട വിധിയ എന്നുള്ളതായിരുന്നു. ഈ വിധി എന്ന് പറയുന്ന ഈ മതവുമായിട്ട് കലർത്തിയുള്ള ആ ഫിലോസഫി, ആ പ്രത്യയശാസ്ത്രത്തെ നശിപ്പിച്ചത് അല്ലെങ്കിൽ തൂത്തുമാറ്റി ആധുനിക ശാസ്ത്രീയ യുക്തിപരമായ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നൽകിയത് ക്രൈസ്തവ മിഷണറിമാർ. അതേപോലെ ശ്രീ ബാബു, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്, അതുപോലെ കാത്തലിക്സ് മിഷന്റെ സംഭവം വായിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ലെപ്രസി എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലെപ്രസി പേഷ്യൻ്റുള്ള ഇന്ത്യയിലായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന വസ്തുതയുണ്ട്. ഈ രാജസ്ഥാൻ കോട്ടയിലെ കോഴഞ്ചേരിക്കാരനായ MA തോമസ്, അപ്പോൾ അവരുടെ ആ കേസൊക്കെ വന്നു കഴിയുമ്പോൾ അയാൾക്ക് BJP ഗവൺമെൻറ്, ഞാൻ പറയുന്നത് BJP ഗവൺമെൻറ് എന്ന് രാജസ്ഥാൻ ഭരിക്കുകയാണ്, ഇപ്പുറത്ത് വാജ്പേയി ഗവൺമെൻറ് കേന്ദ്ര ഭരിക്കുകയാണ്. അവരാണ് ഈ MA തോമസ് എന്ന് പറയുന്ന ഈ ഇമാനുവൽ മിഷൻ, ഓക്കെ, അയാൾക്ക് പത്മശ്രീ കൊടുത്തത് ഒറ്റ കാരണം ലെപ്രസിയാണ്. കാരണം ഒരു സമയത്ത് രാജസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നം ലെപ്രസി വന്നവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഓക്കെ, ഇത് വളരെ സത്യമായ കാര്യമാണ്. അപ്പം അതിന് BJP ഗവൺമെൻറ് തന്നെ കൊടുത്ത് ലെപ്രസിക്ക് കൊടുത്തത് ഇയാൾക്കേ ഉള്ളൂ. കാരണം അവിടെ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ലെപ്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് സമയത്താണ് ഈ ബാബ ആംദയൊക്കെ വരുന്നത്. ബാബ ആംദെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിരീശ്വരവാദിയായിരുന്നു. അയാൾ ഹിന്ദു മിത്തോളജിയിൽ വിശ്വസിക്കുന്ന ആളുമായിരുന്നില്ല. അപ്പം ഇവർ ഈ പറയുന്ന ലെപ്രസി എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവനാണ്, അവൻ സമൂഹത്തിന് പാടില്ല. അതായത് വേസ്റ്റ് എല്ലാം കൊണ്ടെടുത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഫരീദാബാദിൽ അവർ ഈ താമസിക്കുന്നിടത്ത് ഇവർ ഈ തണുപ്പ് സമയത്ത് ഈ ഷോളും സാധനങ്ങളൊക്കെ എറിഞ്ഞാ കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട കാര്യം ഇതൊക്കെ. ഇവർക്കിത് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഈ ലെപ്രസി എന്ന് പറയുന്നത്? കാരണം ഇത് ഹിസ്റ്റോറിക്കൽ തെളിവാണ്. ഇത് നൂറ്റാണ്ടുകൾ 1000 വർഷത്തെ സംഭവമൊന്നുമല്ല. ഇത് ആ രാജ്യത്തെ ലെപ്രസിയെ ഇറാഡിക്കേറ്റ് ചെയ്ത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സാറേ, ഇതെനിക്ക് മണിക്കൂറുകൾ പറയാനുണ്ട്. ശ്രീ MA തോമസ് ഞങ്ങൾ അടുത്ത സ്നേഹിതരാ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തു. ലെപ്രസി പേഷ്യൻസിനെ പോയി തോളിലേറ്റി കൊട്ടുന്ന മനുഷ്യനാ. അല്ലെ പിന്നെ BJP ഗവൺമെന്റ് ഒരു ക്രൈസ്തവ മിഷണറിക്ക് പത്മഭൂഷൺ കൊടുക്കും. ഓക്കെ, എന്തായിരുന്നു ഭാരതത്തിന്റെ ഈ സനാതന ധർമ്മത്തിന്റെ ലെപ്രസിക്കാരോട് കുഷ്ഠരോഗികളുടെ സമീപനം? ഒന്ന്, either burned alive or buried alive. ഞാനൊരു കുഷ്ഠരോഗിയായാൽ കുഴി കുഴിച്ച് ജീവനോടെ എന്നെ
ഇതാണ് ഇവിടെ നടന്നത് ചരിത്രത്തിൽ രേഖയുണ്ട്. അല്ലെങ്കിൽ എന്നെ കത്തിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത് അല്പമെങ്കിലും ജയമുണ്ടെങ്കിൽ ഒരു കിണ്ണം കെട്ടി ഒരു ഫീസ്റ്റ് നടത്തിയിട്ട് കാട്ടിലേക്ക് ഓടും. ആ കാട്ടിലേക്ക് പോയവരെ തെരഞ്ഞെടുത്ത് ചെന്നതാണ് ക്രൈസ്തവ മിഷന്മാർ. എന്തുകൊണ്ടായിരുന്നു അവർ പറഞ്ഞു? ഞാൻ ഗ്ലാഡിസ്റ്റൈൻസിനെ അവസാന റിപ്പോർട്ട് പറഞ്ഞില്ലേ ഒക്കത്തുള്ളല്ലോ. ഗ്ലാഡിസ്റ്റൈൻസ് ഗ്രഹാം സ്റ്റൈൻസിനെ കൊന്നല്ലോ. ഈ കുഷ്ഠരോഗികളെ അവർ പോയി തോളിലേറ്റി കൊണ്ടുവന്നു, ശുശ്രൂഷ ചെയ്തു, എന്നിട്ട് അവർക്ക് ജോലി കൊടുത്തു, അവരെ സ്കില്ല് പഠിപ്പിച്ചു. പാരിപ്പാടായി പോയാൽ അറിയാം എത്രയോ കുഷ്ഠരോഗാശുകൾ. സാറേ 1810 ആദ്യത്തെ കുഷ്ഠരോഗാശുപത്രി വില്യം ബേരിയ തുടങ്ങുന്നത്. സാറ് 100 നാട്ടുകാരി സാറ് പറഞ്ഞ കേൾക്കുന്നുണ്ട്. എത്രയോ ദേശങ്ങളിലേക്ക് ഇന്ത്യ മൊത്തം കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങിയത് ക്രൈസ്തവ മിഷന്മാർ. അത് മാത്രമല്ല, കുഷ്ഠരോഗത്തെ പെയിനെ പറ്റി, വേദനയെ പറ്റി ഏറ്റവും കൂടുതൽ ഇവിടെ പഠനം നടത്തുന്നത് CMC-യിലെ വളരെ സാധാരണ പരിപാലനമുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരാ. അല്ല, ഒരു സനാതന ധർമ്മവും ഇതിനകത്ത് ശ്രമിച്ചിട്ടില്ല. കുഷ്ഠരോഗിയെ കൊന്നുമുടിച്ച ചുട്ടരിച്ച പാരമ്പര്യമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മലേറിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെങ്കിലും വന്നു ആ വില്ലേജും ആ റീജിയൻ മുഴുവനും മരിക്കുക. ഇതൊക്കെ ബേസിക്കലി ഇന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥ ബന്ധു സംഭവം സാറേ അനുഭവത്തിലെ ചരിത്രത്തിൽ മാൾട്ടോസ്, ഇപ്പോഴത്തെ ലാക്കബിലെ മാൾട്ടോസിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് ക്രൈസ്തവ മിഷന്മാരില്ലായിട്ടുമെങ്കിൽ മാൾട്ടോസ് ജനതതി മൊത്തം മലേറിയയുടെ അടിയിൽ മരിച്ചുപോയവരെ എന്നാ പറഞ്ഞത്. ക്രൈസ്തവ മിഷന്മാർ അവിടെ ചെന്ന് മലേറിയ ട്രീറ്റ്മെന്റ് ചെയ്തു, അവർക്ക് വിദ്യാഭ്യാസം നൽകി, അവരുടെ ഭാഷയ്ക്ക് എല്ലാം ലിപി നൽകി, അവരെ സമുദ്ധരിച്ചു. മാൾട്ടോസ് എന്ന് പറയുന്ന ഗോത്രവർഗം ഇന്ന് അവരുടെ അസ്തിത്വവും അതിജീവനത്തിനും കാരണം ഒക്കെ മന്ത്രിമാർ പോലും പറയുന്നത് ക്രൈസ്തവ മിഷന്മാരുടെ സേവനമാണ്. നമ്മളിപ്പോൾ തിരിച്ച് നോർത്ത് ഈസ്റ്റിലോട്ട് വരാം. ഇവർ പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ മുഴുവനും ക്രിസ്ത്യാനികളായി, അവിടെ ഒരു ഹിന്ദുക്കളില്ല, അവിടെ ഒരു RSSകാർ, അവിടെ പോയി കഴിഞ്ഞാൽ വിദേശികളെന്നാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രം എന്തോ? ബേസിക്കലി അവിടെ ഈ പറയുന്ന ഗവൺമെൻറ് മിഷണറി എല്ലാം കംപ്ലീറ്റ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് വാറ്റിക്കാൻ പോപ്പാണ് സെലേഷ്യൻസിലുള്ള 4 ഈ ബ്രദർമാരെ ഇങ്ങോട്ട് വിടുന്നത്. അതെ, അവരാണ് അവിടുത്തെ കാരണം ഇവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസും കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. അവരാണത് മാറ്റിയെടുക്കുന്നത്. അതിനെയാണ് ഇവർ ഈ പറയുന്നത് വളരെ മോശമായ ഭാഷയിൽ പറയുന്നത്. കാരണം ആ നോർത്ത് ഈസ്റ്റിൽ ആ സമയത്ത് ലോകത്താരും പോകാത്ത സ്ഥലമായിരുന്നു. അതെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാര്യം എന്തോ? നമ്മൾ ഒന്ന് രേഖയാക്കി സലേഷൻ മിഷന്മാരുടെ സേവനത്തെ പറ്റി നല്ല പുസ്തകങ്ങളുണ്ട്. പക്ഷെ അത് ആര് വായിക്കുന്നു? സർക്കാർ അത് വായിക്കുന്നില്ല. നമ്മൾ ചരിത്രത്തിലില്ല. ക്രൈസ്തവ മിഷന്മാരുടെ സേവനത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ ആരും മനസ്സിലാക്കാറില്ല. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിയതാ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് പോലും ഇത് അറിയത്തില്ലല്ലോ സാറേ. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ക്രിസ്ത്യാനികൾ നിങ്ങൾ പരാജയപ്പെട്ടു. എന്തിനാ യേശുക്രിസ്തുവിനെ പറ്റി എന്താ നാണിക്കുന്നത്? സുവിശേഷം ഭാരതത്തിന് വരുത്തിയ വ്യത്യാസം നമുക്ക് അക്കമിട്ട് നിരത്താൻ കഴിയുമെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കില്ല. എന്നാൽ ചരിത്രം ഈ നാടുകളിൽ ഇറങ്ങുന്ന സാറിനെ പോലുള്ളവര് ഇത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരെ പള്ളികളിൽ ഇത് പഠിപ്പിക്കണം, പ്രസംഗിക്കണം. പുസ്തകങ്ങൾ ധാരാളം ഇപ്പോഴുണ്ട്. അത് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിൻ്റെ ബേസിക്കലി ഞാനിത് പൊക്കിക്കൊണ്ട് വരുന്നതല്ല, ഇവരിങ്ങനെ പറയുമ്പോൾ ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ബേസിക്കലി ആസ് എ ജേർണലിസ്റ്റ് ഇതിനെപ്പറ്റി ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള ഒരാളാണ്. അതും നമ്മുടെ ചർച്ചിലും സൺഡേ സ്കൂളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എന്ത് തെറ്റാണുള്ളത്? കാരണം എന്താണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്? കാരണം ബേസിക്കലി ഇന്ത്യ എന്ന് പറയുന്ന ആഫ്രിക്ക പോലെ തന്നെ ഡാർക്ക് കോണ്ടിനെൻ്റ് ആയിരുന്നു. അതെ. ഒക്കെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഈ 5000, 6000, 7000 വർഷം പറയത്തൊക്കെ നോൺസെൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവിടെ ഈ മാറ്റം ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ ഉണ്ടാക്കി, ഹെൽത്തിൽ മാറ്റം ഉണ്ടാക്കി, മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ചു. സാറേ, നോർത്തിസ്റ്റിനെ പറ്റി ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ. നരഭോജികളെ നരസ്നേഹികളാക്കിയ സുവിശേഷമാണ്. അല്ലെങ്കിൽ ഇന്ന് ഒത്തിരിത്തിനും അങ്ങോട്ട് BJP പോകത്തില്ലായിരുന്നല്ലോ. ക്രൈസ്തവ മിഷന്മാർ നോർത്ത് ഈസ്റ്റിൽ പോയില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനോട് പോകാൻ ഒക്കത്തില്ലായിരുന്നു. അതെല്ലാം ക്രൈസ്തവ 1830 മുതൽ ക്രൈസ്തവ മിഷന്മാർ, ബാപ്റ്റിസ്റ്റ് മിഷന്മാർ അവിടെ ചെന്ന് അശ്രാന്ത പരിശ്രമം ചെയ്തു സാറേ. സലേഷ്യൻ മിഷന്മാർ എന്തും പാത്രച്ച് അത് റിക്കേർഡെന്നാണ്. പക്ഷേ ഇത് ആരും അത് സ്വീകരിക്കുന്നില്ല സാർ. എന്തുകൊണ്ട് നാം സ്വീകരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ അതൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ അവരെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു.
എങ്ങനെയാണ് മലഞ്ചെരുവിൽ കൃഷി ചെയ്യേണ്ടത്, ഇവിടെ ഇത് കുന്തമാവുള്ളത്, എങ്ങനെയാണ് ഫർട്ടിലൈസ് ചെയ്ത് ആദായം എടുക്കേണ്ടത്, ഇതൊക്കെ അവിടെ കാത്തലിക് മിഷൻ ചെയ്ത കോൺട്രിബ്യൂഷനൊക്കെ ഭയങ്കരമാണ് ഈ സംഭവം. അതുപോലും അറിയാതെ പിന്നെ അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലെ പല അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ജോലി കിട്ടും. ഇന്ന് ഏവിയേഷൻ എടുക്കുക, അതായത് ഇന്ത്യൻ ഏവിയേഷൻ എടുക്കുക, 5 സ്റ്റാർ ഹോട്ടൽ എടുക്കുക. എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലെ പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടും? സനാതന ധർമ്മം പഠിച്ചതിൻ്റെ പേരിലാണോ? ഇത് ചോദ്യങ്ങളുണ്ടോ? ആരെ ഇവരെ പഠിപ്പിച്ചത്? വിദ്യാഭ്യാസം നൽകി, ആരോഗ്യം നൽകി. അതെ. ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം ആയുർവേദം, ഞാൻ ഉറപ്പായിട്ടും ഈ പറയുന്ന ആയുർവേദത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ആയുർവേദം എന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് ഈ ഇൻഷുറൻസ് കൊടുക്കാത്തത്? സാറേ, ഞാനും അതിനെ ചോദിക്കുന്നത്. ആയുർവേദം ബ്രാഹ്മണന്റെ കൃത്യവ്യാധി. ഇന്നത്തെ ആയുർവേദത്തെ നശിപ്പിച്ചത് മക്കോളെ അല്ല, ആയുർവേദത്തെ നശിപ്പിച്ചത് ബ്രാഹ്മണന്മാർ. അവരുടെ കൃത്യയാക്കി മറ്റാർക്കും അത് പകർന്നു കൊടുത്തിട്ടില്ല. ഗുരു ഉണ്ടല്ലോ, ഗുരു ശിഷ്യൻ പറഞ്ഞു കൊടുക്കണ്ടേ, അത് അങ്ങനെ നശിപ്പിച്ചു. അത് മാത്രമല്ല ബ്രാഹ്മണൻ അല്ലാത്തവന് കൊടുത്തില്ല. അപ്പം കാരണം ഞാൻ ഇന്നത്തെ സനാതന ധർമ്മക്കാരോട് പറയുന്നത്, ഈ ബ്രാഹ്മണന്മാർ നശിപ്പിച്ച ആയുർവേദത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരാ. ഒരു കാര്യം പറയട്ടെ, ഈ ഇന്ന് ഇപ്പൊ കേരളത്തിൽ ഹോർത്തൂസ് മെലബാറിക്കസ് ആർക്കെല്ലാം എന്തോ ആണ്. ഹോർത്തൂസ് മെലബാറിക്കർ എന്ന് പറയുന്നത് 350 വർഷങ്ങൾക്ക് മുൻപ് വാൻഡ്രീസിലൂടെ ഗവർണറുടെ അധീനതയിൽ ഇത്തി അച്യുതനും വേറൊരു മിഷണറി, ഒരു ഫാദർ മാത്യു, 2 മിഷണറിമാരുടെ അശ്രാന്ത പരിശ്രമമാണ് മലബാർ ഏരിയയിലെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ 11 കോടിക്കുള്ള ചരിത്രമാണ് ഹോളണ്ടിൽ, ഡച്ചിൽ അടിച്ചതാണ്. ഞാൻ ഈയിടെ ഡച്ചിലെ ഹോളണ്ടിലെ ചില പാർലമെന്റ് മെമ്പേഴ്സ് മാധ്യമം ചർച്ച ചെയ്തു. അവർ പറഞ്ഞു, ആ പുസ്തകത്തിന്റെ അവർ പറഞ്ഞു ആദ്യത്തെ മലയാള അക്ഷരം അവിടെയാണ് കാണുന്നത്. അപ്പം മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള ആൻഡ് സൗത്ത് ഇന്ത്യ പോലും ചെയ്തതാരാ? ക്രൈസ്തവ മിഷന്മാരാ, 350 വർഷം മുമ്പ്. ഇന്ന് മനോരമ ഓർത്തൂസ് എന്ന് പറഞ്ഞ ഭയങ്കര പരിപാടി ഉണ്ടല്ലോ, പക്ഷെ മനോരമ ഒരു വാക്കുപോലും പറയത്തില്ല ക്രൈസ്തവ മിഷണറി എന്ന കാര്യം. പിന്നെ നമുക്ക് അത് ഇത് മറ്റൊരു ടോപ്പിക്കിലോട്ട് വരാം. കാരണം ഹെൽത്ത് സെക്ടറിൽ, കാരണം ഹെൽത്ത് സെക്ടറിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഇന്ത്യൻ ഡോക്ടേഴ്സാണ്. ഓക്കെ, കാരണം അവിടെ ഉള്ള ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ ഡോക്ടേഴ്സിനെ കാണുന്നത്. ഇവരെല്ലാം പറഞ്ഞ് ഹിന്ദു മിത്തോളജിയിലും ആ രീതി വന്നു. പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള രീതി വിശ്വസിക്കാം. ഈ പാരമ്പര്യം പറയുന്നവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യയിൽ പ്രഗത്ഭരായ പല ഡോക്ടേഴ്സും എനിക്ക് പേഴ്സണലി അറിയാം, US-ലുള്ളവർ, ഇവരെന്താണ് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനായ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ ചോദ്യമാണ് സാറിനോട്. കാരണം ഞാനിത് നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയോടാ ചോദിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ സാഹിത്യം ഇതെല്ലാം തെറ്റാണെന്നുള്ള. അദ്ദേഹം ചെയ്തത് ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആയുർവേദത്തെ എന്തുകൊണ്ട് ഇന്നത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, അദാനി അംബാനിമാർ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ബിസിനസ്സിൽ ഒരൊറ്റ കോർപ്പറേറ്റുകാർ ഇവിടെ ആയുർവേദ ആശുപത്രി കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റിന് റീഇംബേഴ്സ്മെന്റ് ഇല്ല, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇല്ല? എന്തുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല? ഇതൊന്നും മറുപടി മോദിജി തന്നെ തന്നാട്ട്. അപ്പൊ ഇന്ത്യയെ നശിപ്പിച്ചത് ആരാ? ഇവിടുത്തെ അപ്പർ കാസ്റ്റ് അല്ലേ സാറേ? സനാതന പറഞ്ഞിരിക്കുന്ന ഫെയ്റ്റലിസം അല്ലേ ഇന്ത്യയെ നശിപ്പിച്ചത്? ക്രൈസ്തവ മിഷന്മാര് ചത്ത അന്ധകാര യുഗത്തിൽ നിന്ന് മാറ്റി അന്ധകാര സമൂഹത്തെ വെളിച്ചമുള്ള മാറ്റി എല്ലാ രീതിയിലും വെളിച്ചം പകരുകയാണ് ചെയ്തത് ബൈബിൾ പ്രവർത്തകർ. അതേപോലെ തന്നെ ഇന്ത്യയിലെ നേഴ്സസ്, കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് നേഴ്സസായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകാനുണ്ടായിരുന്നു. എൻ്റെ റിസർച്ചും മറ്റ് പല ആൾക്കാരോടും ചോദിച്ചു മനസ്സിലായത്, അതായത് രോഗികളെ തൊടാനും ശുശ്രൂഷിക്കാനും അത് വലിയ തെറ്റാണ്, രോഗം പകരുമെന്ന് ഈ സനാതനക്കാർ വിശ്വസിച്ചിരുന്നു. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത്. രോഗികളെ തൊടാനും ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ രോഗം പകരും. അവിടെയാണ് ഈ മലയാളി നൈറ്റിക്കേളെന്നും പറഞ്ഞ് കയറി വരുന്നത്. അതുപോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മെഡിസിൻ, അതായത് മെഡിക്കൽ ടീമിൽ തോന്നി മലയാളികളായ നേഴ്സസാണ്. ഇന്ന് ഗ്ലോബലാണ് ഇന്ത്യൻ ഡോക്ടേഴ്സ്. ഇതെല്ലാം മോഡേൺ മെഡിസിന്റെ ഭാഗമാണ്. ഇതാരാ? സനാതനക്കാരനാണ് അത് കൊണ്ടുവന്ന്. ഒരു അനുഭവം പറയാം. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വാജ്പേയി ബോംബെയിലെ ബ്രീഷ്കാട്ടി ഹോസ്പിറ്റലിലെ നീ സർജറിക്ക് വന്നു. വളരെ സുഖമല്ല, അദ്ദേഹം സുഖമായിട്ട് പോയല്ലോ. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്നെ മാലാകമാരായ എന്നെ ശുശ്രൂഷ, അതായത് അതിൽ കൂടുതൽ നേഴ്സുമാര് തിരുവല്ല TMM മെഡിക്കൽ ഞങ്ങളുടെ നേഴ്സിംഗ് കോളേജിൽ പഠിച്ച പിള്ളേരായിരുന്നു.
ക്രിസ്ത്യൻ നേഴ്സസ് അത് എടുത്തു പറഞ്ഞു. ഈ ക്രിസ്ത്യൻ നേഴ്സസിന്റെ പരിചരണം എന്ന് പറയുന്നത് അതുല്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ലോകം മൊത്തം C.B. ഫെർത്ത് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധകാലത്തെ ഇതിന്റെ എല്ലാ നേഴ്സുമാരിലും 90% ക്രിസ്ത്യൻ മെൻ ആൻഡ് വിമൻ നേഴ്സസ് ആണ്. അതിൽ 80% പഠിച്ചത് ക്രിസ്ത്യൻ നേഴ്സിംഗ് സ്കൂൾസിലാണെന്ന് പറഞ്ഞിരിക്കാം. ഇത് കരുത് ഹിസ്റ്ററിയാ സാറ്, ഇന്നും അതന്നെ ഹിസ്റ്ററി. ഇപ്പോഴാണ് ഹിന്ദുക്കളായവർ, ഇപ്പോഴൊക്കെയാണ് മുസ്ലിങ്ങളും അല്പമൊക്കെ ഇത് വേണ്ടി പോകുന്നത്. അതിനകത്ത് ഒരു സംഭവമുണ്ട്. അതും ജോലി കിട്ടുമെന്ന് പറഞ്ഞാ പോകുന്നത്. അതെ. അപ്പൊ അതിനകത്ത് ഹ്യൂമനിറ്റേറിയൻ വാല്യൂ അല്ല, സേവനം എന്നൊന്നുമല്ല അതിൻ്റെ അകത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, അതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ അവരെ ജോലി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്, അതുകൊണ്ട് ആ ടോപ്പിക്കിലോട്ട് ഞാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഈ ഇന്ത്യയുടെ ആരോഗ്യ മേഖല വില്ലേജ് തോറും ഈ പറയുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് സർവേ പോലും പോകാൻ അവിടെ പോലും ഇവരെത്തിയിട്ടുണ്ട്. അതുപോലെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സുവിശേഷകരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യവുമില്ലാതെ. സാറേ, ഇതിൽ 3 ഓർഗനൈസേഷൻസ് ഉണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ CMAI, കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ CHAI ആൻഡ് EHA ഇമാനുവേൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ. ഈ 3 സംഘടനകളും അതികൃപരമായ റെക്കോർഡ്സ് നൂറ്റാണ്ടുകൾ മുതൽ ക്രൈസ്തവർ ആരോഗ്യ ആതുര രംഗത്ത് ബോത്ത് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നതിന്റെ വിശദമായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഒരു സർക്കാരും അത് സ്വീകരിക്കുന്നില്ല. അതിൽ വരും സാറ് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് എത്രയോ ഹോസ്പിറ്റലുകൾ ബുൾഡോസ് ചെയ്തു, എത്രയോ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടു, കാരണം ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമായ ആരോപണം. സാറേ, ഇത് അവസാനിപ്പിച്ചെന്തിയോ അതാണ് പറയുന്നത്. എനിക്കറിയാം പല സീനിയറായിട്ടുള്ള പല ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതേപോലെ ആയുർവേദത്തിന് രാമാനന്ദ ഒരു മറ്റേ ശ്വാസം പിടിക്കുന്ന അയാൾ പറഞ്ഞു ഡോക്ടേഴ്സ് മുഴുവനും കള്ളന്മാരാണ്. അവസാനം ഹിന്ദു മതത്തിലുള്ള ഡോക്ടേഴ്സ് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തപ്പം അയാളെ ഗവൺമെന്റ് പിടിച്ചു വരട്ടി. എല്ലാം തമാശയാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു പറയുവാണെങ്കിൽ വിപ്രോ അസിം റേംജി, അപ്പം അദ്ദേഹം ഈ CMC വെല്ലൂരിനാണ് ഹ്യൂജ് ഒരു ഫണ്ട് കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട്. അല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. കാര്യം അവരുടെ ഡെഡിക്കേഷനാണ് വർക്ക്. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ എന്ന് പറയുന്ന ഈ സംഭവം സനാതനക്കാരനുണ്ടാക്കിയതല്ല. അവരും പഠിച്ചത് ഈ പറയുന്ന മിഷണറിമാർ കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ പഠിച്ച് പിന്നീട് ഗവൺമെൻറ് പല രീതിയിലും കൊണ്ടുവന്നു. അപ്പോൾ അതിനൊക്കെ ബേസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മിഷണറിമാർ വന്ന് ചെയ്ത പ്രവർത്തനം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം? ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. സാറേ, ഞാൻ ഒരു കാര്യം, എയിംസ് പോലും കൊണ്ടുവന്നത് ആരാ? ഗാന്ധിജി സെക്രട്ടറി ആയിരുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അമൃത കൗർ. അതൊക്കെ CMC വെല്ലൂരിന്റെ അതേ സ്റ്റൈലില് CMC വെല്ലൂരിനെ നേടാൻ ഇന്ന് ലോകോത്തര മെഡിക്കൽ റിസർച്ച് സെന്റർ അല്ലേ CMC. ഇതാരും അംഗീകരിച്ചു കൊടുക്കുന്നത്. CMC പോലും ഏറ്റെടുക്കാനുള്ള ചില പുസ്തക ശ്രമങ്ങൾ ഒരെടുക്കുണ്ടായിരുന്നു. എല്ലാവരും സനാതനക്കാരെല്ലാവരും. ഞാൻ പറയുന്നത് ഇവിടെ രാജ്യത്താണ് 100 വർഷം മുമ്പ് രാജ്യത്താണെന്ന് ഞാൻ പറയുന്നത്. ഈ ക്രൈസ്തവ സാന്നിധ്യത്തെ തുടച്ചു മാറ്റുന്നത്. കാരണം SCക്കും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ SCക്കും STക്കും ഗോത്രവർഗക്കാർക്കും നമ്മൾ അക്ഷരം നൽകുന്നു, ആരോഗ്യം നൽകുന്നു. അക്ഷരവും ആരോഗ്യം എന്നാൽ അവർ മേലാളന്മാരോട് ചോദ്യം ചെയ്യും, മെയിൻ സ്ട്രീമിലേക്ക് അവർ തിരിച്ചു വരും. അത് അവർക്ക് വേണ്ട, അത് ഒന്നുമില്ല സാർ. അല്ലാതെ യേശുക്രിസ്തുവിനോടുള്ള വിരോധമൊന്നുമല്ല സാറ്. ഇത് കുറച്ചുപേരെ ചൂഷണം ചെയ്ത് അവരെ അടിച്ചമർത്തിയിരുത്തണം, അത്രയും. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇത് മതം മാറ്റമൊന്നും അല്ല ഇവരുടെ പ്രശ്നം. അവനെ പഠിപ്പിക്കരുത്, അവന് അറിവ് കൊടുക്കരുത്, അവനെ നശിപ്പിക്കണം. അപ്പം അത് ചെയ്യുന്നവരെ നശിപ്പിക്കുന്നത് മാത്രമാണ് ഉദ്ദേശ ലക്ഷ്യം. എനിവേ, താങ്ക് യു വെരി മച്ച്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ശ്രീ ബാബു വർഗീസുമായിട്ട് വീണ്ടും ചിറ്റാറ്റിൽ കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.